ഞങ്ങൾ എടുക്കാതിരുന്നതും ഞങ്ങൾക്കും അങ്ങനെ സംശയം തോന്നിയിട്ടാണ്. ഒരാൾ വെള്ളത്തിൽ വീണാൽ ഉടനെ പെട്ടെന്ന് പൊങ്ങി വരുമെന്നും നമ്മൾക്കും അറിയത്തില്ലോ. സാധാരണ കേട്ടേക്കുന്നത് 2 ദിവസം കഴിഞ്ഞ് 3-ാം പൊക്കം പൊങ്ങുന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പുള്ളിക്കാരുടെ നമ്മൾ കാണുമ്പോഴാണെങ്കിലും തലയിലൊക്കെ ആൾ ഈ ഉന്ത് പിടിച്ച് മൊത്തം പിടിച്ചിട്ട് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് സംശയം ഇത് പഴയതാണോ ഇപ്പം പോയതാണോന്നും അറിയത്തില്ല. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ബൈക്ക് മറിഞ്ഞെന്നാണ് പറഞ്ഞു. എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ തന്നെ എന്ത് പാടെന്നറിയോ. അവർ എങ്ങനെയാണ് 2 പിള്ളേരെ കൂടി ഇറങ്ങിയെന്ന് വരെ സംശയമാണ്. ഏറ്റുമാനൂരിലെ ജിസ്മോളുടെ മരണം, 2 കുഞ്ഞുങ്ങളുടെ മരണം വലിയ രീതിയിലുള്ള ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ വീട്ടിലെ വേലക്കാരിയുടെ ആ ഒരു വാക്കുകളും അയൽവാസിയുടെ വാക്കുകളും തന്റെ ഭർത്താവും അമ്മായിയമ്മയും അവരെ മർദ്ദിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളും, അവരെ ക്രൂശിച്ചതുമായ പല കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ആ അമ്മയെയും കുഞ്ഞിനെയും ആ ആറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി, ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഇത്രയും ദിവസമായിട്ട് പോലീസുകാർക്ക് ഒരു CCTV ക്യാമറ ഫുട്ടേജ് പോലും കണ്ടെത്താൻ കഴിഞ്ഞു.